വെൽക്കം യു ആൾ. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു പ്രസൻറ്റേഷൻ തയ്യാറാക്കാം എന്നുള്ളതാണ്. നമുക്കറിയാം, പ്രസൻറ്റേഷൻ തയ്യാറാക്കാനായിട്ട് കുറേ സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. അതിൽ മെയിനായിട്ടുള്ള രണ്ടെണ്ണമാണ് മൈക്രോസോഫ്റ്റിൻ്റെ മൈക്രോസോഫ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ MS ഓഫീസ് എന്നുള്ളതും അതുപോലെ തന്നെ ലിബർ ഓഫീസും. സോ ഈ രണ്ടെണ്ണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെയിനായിട്ടുള്ള രണ്ട് പ്രസൻറ്റേഷൻ ഓഫീസ് സ്യൂട്ട്സ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? പ്രസൻറ്റേഷൻസൊക്കെ തയ്യാറാക്കാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന രണ്ട് ഓഫീസ് സ്യൂട്ട്സ് ആണ്. ഇത് ഒരിക്കലും പ്രസൻറ്റേഷൻ തയ്യാറാക്കാൻ മാത്രം വേണ്ടിയിട്ടുള്ളതല്ല, പല പ്രോഗ്രാംസും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് വേർഡ് പോലുള്ള, അതേപോലെ തന്നെ കാൽക്ക്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, കാൽക്ക്, വേഡ് പോലുള്ള പ്രോഗ്രാംസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓഫീസ് സ്യൂട്ട്സ് ആണ് ഈ മൈക്രോസോഫ്റ്റ് ഓഫീസും അതുപോലെ തന്നെ ലിബർ ഓഫീസും. സോ ഇവിടെ പറയുന്നുണ്ട് ഇത് രണ്ടും എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. മൈക്രോസോഫ്റ്റ് ഈസ് എ പ്രൊപ്പറേറ്ററി ഓഫീസ് സ്യൂട്ട് ഫോർ മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് ആപ്പിൾ OS X ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബൈ മൈക്രോസോഫ്റ്റ്. മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രൊപ്പറേറ്ററി ആയിട്ടുള്ള ഒരു ഓഫീസ് സ്യൂട്ടാണ്. ആർക്കൊക്കെ വേണ്ടിയിട്ട്? നമുക്കിപ്പോൾ വിൻഡോസ് അതേപോലെ തന്നെ ആപ്പിൾ OSകളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പ്രൊപ്പറേറ്ററി ഓഫീസ് സ്യൂട്ടാണ് മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത്. ഡെവലപ്പ് ചെയ്തത് ആരാണ്? മൈക്രോസോഫ്റ്റ് ആണ്. ഇറ്റ് കംപ്രൈസസ് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ്, സെർവേഴ്സ് ആൻഡ് വേരിയസ് സർവീസസ്. എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സെർവേഴ്സിന് വേണ്ടിയിട്ടും വേരിയസ് സർവീസസ് അത് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ലിബ്രെ ഓഫീസ് ഈസ് ആൾസോ ആൻ ഓഫീസ് സ്യൂട്ട്. ലിബ്രെ ഓഫീസും എന്താണ്? ഒരു ഓഫീസ് സ്യൂട്ടാണ്. ബട്ട് ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ ദ ഡോക്യുമെൻറ്റ് ഫൗണ്ടേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഓഫീസ് സ്യൂട്ട് തന്നെയാണ് എന്ത് ലിബ്രെ ഓഫീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓഫീസ് സ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒരിക്കലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, കുറേ പ്രോഗ്രാംസ് അതിലുണ്ടാവും. ദാറ്റ് മീൻസ് എഴുതാൻ വേണ്ടിയിട്ടുള്ള റൈറ്റർ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് അതിലുണ്ടാവും. കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർസ് അതിലുണ്ടാവും. അതേപോലെ തന്നെ പ്രസൻറ്റേഷൻ തയ്യാറാക്കാനുള്ളത്, മാത്തമാറ്റിക്കൽ കാര്യങ്ങൾ ചെയ്യാനുള്ളത്, വരക്കാനുള്ള, ഡ്രോ ചെയ്യാനുള്ള സോഫ്റ്റ്വെയർസ്, അങ്ങനെ കുറേ പ്രോഗ്രാംസ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓഫീസ് സ്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെയുള്ള രണ്ട് ഓഫീസ് സ്യൂട്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓഫീസ് സ്യൂട്ട്സ് ആണ് മൈക്രോസോഫ്റ്റ് ഓഫീസും ലിബർ ഓഫീസും. ലിബർ ഓഫീസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സ്യൂട്ടാണ് എന്നുള്ളതാണ്. ഫ്രീ ആയിട്ടുള്ള ഒരു ഓപ്പൺ സോഴ്സ് സ്യൂട്ടാണ് ലിബർ ഓഫീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഇത് തമ്മിലുള്ള ഡിഫറൻസുകൾ നോക്കാം. നമുക്ക് ഏതായിരിക്കും ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് എന്നുള്ളതൊക്കെ നമുക്കിത് ഒരു ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. So the key difference between LibreOffice and Microsoft is that LibreOffice is an open source free suite for Office products, while Microsoft Office is a commercial Office suite product package that require user to purchase a license. എന്താണ് ലിബ്രെ ഓഫീസിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഒരു ഓഫീസ് സ്യൂട്ടാണ്. നമുക്കത് ഫ്രീ ആയിട്ട് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ലിബ്രെ ഓഫീസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓപ്പൺ സോഴ്സും ആണ്, നമുക്ക് അതിൻ്റെ മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരുത്താനൊക്കെ നമുക്ക് പറ്റും. ബട്ട് മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് ഒരു കൊമേഴ്ഷ്യലാണ്, കൊമേഴ്ഷ്യൽ പർപ്പസ്, കൊമേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു ഓഫീസ് സൂട്ട് പ്രോഡക്റ്റ് ആണ് അത് എന്ത് ചെയ്യുന്നു? നമ്മൾ എന്ത് ചെയ്യണം? പർച്ചേസ് ചെയ്യണം. അതിൻ്റെ ലൈസൻസ് നമുക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ, നല്ലൊരു രീതിയിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ബോത്ത് വിൽ റൺ ഓൺ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ് ആൻഡ് ബോത്ത് ഓഫേഴ്സ് സിമിലർ ഫംഗ്ഷനാലിറ്റി. രണ്ടും എന്ത് ചെയ്യുന്നു? മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസിൽ റണ്ണും ചെയ്യും, അതുപോലെ തന്നെ ഒരേ ഫംഗ്ഷനാലിറ്റിയാണ് രണ്ടിനും ഉള്ളത്. പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലിബ്രെ ഓഫീസ് എന്ന് പറയുന്നത് ഓപ്പൺ സോഴ്സും ഫ്രീ ആണ്. മറ്റേത് എന്താണ്? കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള നമ്മൾ ലൈസൻസ് പർച്ചേസ് ചെയ്യേണ്ട ഒരു ഓഫീസ് സ്യൂട്ടാണ് മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് അടുത്ത ഡിഫറൻസ്, ലിബ്രെ ഓഫീസ് വിൽ റൺ ഓൺ വിൻഡോസ്, മാക് ആൻഡ് ലിനക്സ്. ലിബ്രെ ഓഫീസ് എന്ത് ചെയ്യും? വിൻഡോസിൽ, മാക്കിൽ, ലിനക്സിൽ, അതേപോലെ തന്നെ നമ്മളുടെ ആൻഡ്രോയിഡിൽ ഒക്കെ, iOSലൊക്കെ എന്ത് ചെയ്യും? ലിബ്രെ ഓഫീസ് റൺ ചെയ്യും. There are Microsoft Office versions for Windows and Mac. വിൻഡോസിലും മാക്കിനൊക്കെ വേണ്ടിയിട്ട് മൈക്രോസോഫ്റ്റിനും എന്തുണ്ട്? വിൻഡോസിലും മാക്കിലുമാണ് മെയിനായിട്ടും വർക്ക് ചെയ്യുന്നത്. അതിന് എന്തുണ്ട്? ഒരു വേർഷൻ ഉണ്ട്. However, running Microsoft Office on Linux can get complicated. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ലിനക്സ് ആണെന്നുണ്ടെങ്കിൽ
അതിൽ മെത്തേഡ് ഉണ്ട്, പക്ഷേ എന്താണ് അത് കോംപ്ലിക്കേറ്റഡ് ആണ്. ലിനക്സിൽ MS ഓഫീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ത് ചെയ്യുന്നു ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. സോ ഇതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ലിബർ ഓഫീസ് എന്നുള്ളതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് നമുക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. വിൻഡോസ് ആയാലും ലിനക്സ് ആയാലും ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കേസിൽ നമുക്ക് ഉപയോഗിക്കാം. ഫ്രീ ആയിട്ടുള്ള ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു ഓഫീസ് സ്യൂട്ടാണ്. സോ നമുക്ക് ലിബർ ഓഫീസിലുള്ള എന്താണ് സോഫ്റ്റ്വെയർസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ലിബർ ഓഫീസിലുള്ള പ്രോഗ്രാംസ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ മൈക്രോസോഫ്റ്റിലുള്ള പ്രോഗ്രാംസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. നമ്മൾ പറഞ്ഞു രണ്ട് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസിലും എന്താണ് ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത് സിമിലർ ആണെന്ന് പറഞ്ഞു. സോ നമുക്ക് എന്തൊക്കെയാണ് അതിലുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിലുള്ള പ്രോഗ്രാംസ്, നമുക്ക് ഉപയോഗിക്കാവുന്ന പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഈ ഒരു ഓഫീസ് സ്യൂട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാവുന്ന പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. സോ അതിന് പ്രോഗ്രാംസ് ഇവിടെ പറയുന്നുണ്ട്. എ കീ കൺസിഡറേഷൻ വെൻ choosing between LibreOffice and Microsoft Office is the program they offer. നമ്മൾ അതിലുള്ള ഓഫർ ചെയ്യുന്ന പ്രോഗ്രാംസിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ലിബർ ഓഫീസും അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഓഫീസും ഒക്കെ ചൂസ് ചെയ്യുന്നത്. ബോത്ത് പ്രൊഡക്റ്റ് സ്യൂട്ട്സ് ഹാവ് സിമിലർ പ്രൊഡക്ടിവിറ്റി. രണ്ടിനും സിമിലർ ആയിട്ടുള്ള പ്രൊഡക്ടിവിറ്റി ടൂൾസ് ആണുള്ളത്. ദാറ്റ് പെർഫോം ദ സെയിം ഫംഗ്ഷൻസിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ലിബർ ഓഫീസ് ഇൻക്ലൂഡ് ദ ഫോളോയിങ് സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ്. നമുക്ക് ആദ്യം ലിബർ ഓഫീസിലുള്ള സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. സ്പ്രെഡ്ഷീറ്റ് ആണ് ഒന്ന്, അത് നമ്മൾ അറിയപ്പെടുന്നതിൽ കാൽക്ക് എന്നുള്ളതാണ്. സ്പ്രെഡ്ഷീറ്റൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിബർ ഓഫീസിലുള്ള ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണ് കാൽക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേർഡ് പ്രോസസ്സിങ് അല്ലേ, വേർഡുകൾ നമുക്ക് വേർഡ് ഡോക്യുമെന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണ് റൈറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രസന്റേഷൻസ് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതാണ്. നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രസന്റേഷൻ ആണ്. സോ പ്രസന്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലിബർ ഓഫീസിലുള്ള ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണ് ഇംപ്രസ്. സോ ഓർത്ത് വെക്കുക, ഇംപ്രസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. സോ പ്രസന്റേഷന് വേണ്ടിയിട്ട് ഇംപ്രസ് ആണ്. അതേപോലെ തന്നെ ഡാറ്റാബേസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബേസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണ് ലിബർ ഓഫീസിലുള്ളത്. അതുപോലെ തന്നെ മാത്ത് ഫോർമുല എഡിറ്റർ എന്ന് പറയുന്ന ഫോർമുല എഡിറ്റർ ഉണ്ട്, മാത്ത് ഓപ്പറേഷൻസും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്റ്റർ ഗ്രാഫിക്സ് എന്നുള്ള ഇതുണ്ട്. സോ ഇതാണ് ഇത്രയും സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ആണ് മെയിനായിട്ടും ലിബർ ഓഫീസ് എന്ന് പറയുന്ന ഓഫീസ് സ്യൂട്ടിൽ കണ്ടെയ്ൻ ചെയ്യുന്നത്. ഇനി മൈക്രോസോഫ്റ്റ് ഓഫീസിൽ MS ഓഫീസിൽ ഓഫർ ചെയ്യുന്ന സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്പ്രെഡ്ഷീറ്റിന് വേണ്ടിയിട്ട് അവിടെ ഉള്ളത് എക്സൽ ആണ്, മൈക്രോസോഫ്റ്റ് എക്സൽ ആണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ വേർഡ് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് അവിടെ ഉള്ളത് വേർഡ് ആണ്. പ്രസന്റേഷന് വേണ്ടിയിട്ട് അവിടെയുള്ള സോഫ്റ്റ്വെയർ പ്രോഗ്രാം എന്ന് പറയുന്നത് പവർ പോയിന്റ് ആണ്, മൈക്രോസോഫ്റ്റിൻ്റെ പവർ പോയിന്റ് ആണ്. അതേപോലെ തന്നെ ഡാറ്റാബേസിന് വേണ്ടിയിട്ട് ആക്സസ് എന്ന് പറയുന്ന PC യൂസേഴ്സിന് ഓൺലി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആക്സസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണ് ഡാറ്റാബേസിന് വേണ്ടിയിട്ടുള്ളത്. ഇമെയിലിന് ഔട്ട്ലുക്ക് ആണ്. അതേപോലെ തന്നെ ഡെസ്ക്ടോപ്പ് പബ്ലിഷർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് അതിലുള്ള പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ലിബർ ഓഫീസിലും അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് ഓഫീസിലുള്ള പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ഇത്രയാണ്. ദെൻ നമ്മൾ പറഞ്ഞു പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഒരു പ്രസൻറ്റേഷൻ തയ്യാറാക്കാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ഫസ്റ്റ് ഇവിടെ നോക്കാൻ പോകുന്നത് ലിബർ ഓഫീസിലുള്ള ഇംപ്രസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടാണ്, ഇംപ്രസ് എന്ന് പറയുന്ന പ്രോഗ്രാമിനെ കുറിച്ചിട്ടാണ്. ഇംപ്രസ് ഈസ് ദ പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ സ്ലൈഡ് ഷോ പ്രോഗ്രാം ഇൻക്ലൂഡഡ് ഇൻ ലിബർ ഓഫീസ്. ലിബർ ഓഫീസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ സ്ലൈഡ് ഷോ പ്രോഗ്രാമാണ് ഇംപ്രസ് എന്ന് പറയുന്നത്. യു ക്യാൻ ക്രിയേറ്റ് സ്ലൈഡ്സ് ദാറ്റ് കണ്ടെയ്ൻ മെനി ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഇൻക്ലൂഡിംഗ് ടെക്സ്റ്റ്, bullets and numbered list, table, charts and a wide range of graphic objects such as clip art, drawing and photographs. എന്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ലിബർ ഓഫീസ് ഇംപ്രസിൽ നമുക്ക് സ്ലൈഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സെൻസ് നമുക്ക് ആ സ്ലൈഡ്സ് വെച്ചിട്ട് നമുക്ക് പ്രസൻറ്റേഷൻ സ്ലൈഡ് ഷോ കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഈ ഓരോ സ്ലൈഡ്സും നമുക്ക് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ടെക്സ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, ബുള്ളറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, നമ്പർ ലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, ടാബിൾസ്, ചാർട്ട്സ്, വൈഡായിട്ടുള്ള ഗ്രാഫിക് ഒബ്ജക്ട്സുകൾ, ക്ലിപ്പാർട്ട്, അത് ഡ്രോയിങ്സ്, ഫോട്ടോഗ്രാഫ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഓരോ സ്ലൈഡ്സും നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മുടെ പ്രസൻറ്റേഷൻ കളർഫുൾ ആക്കാൻ നമുക്ക് പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് ആദ്യം ഇനി ബാക്കിയുള്ള സ്ലൈഡിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് എങ്ങനെയാണ് ലിബർ ഓഫീസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് ആദ്യം അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം
നമുക്ക് എങ്ങനെയാണ് അതിൽ പ്രസൻറ്റേഷൻ ഇംപ്രസ് ഉപയോഗിച്ചിട്ട് പ്രസൻറ്റേഷൻ തയ്യാറാക്കാം എന്നുള്ളത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് പറയാം. ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ലിബ്രെഓഫീസ് ഡൗൺലോഡ് എന്ന് കൊടുക്കുക. ലിബ്രെഓഫീസ് ഡൗൺലോഡ് എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ലിബ്രെഓഫീസിൻ്റെ www.libreoffice.org എന്ന് പറയുന്ന ഒഫീഷ്യൽ സൈറ്റ് വരും. ആ സൈറ്റിൽ ഡൗൺലോഡ് ലിബ്രെഓഫീസ് എന്നുള്ളത് ഉണ്ടാവും. സോ ഡൗൺലോഡ് ലിബ്രെഓഫീസിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സൈറ്റിലോട്ട് എൻ്റർ ആവും. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഡൗൺലോഡ് ലിബ്രെഓഫീസിൻ്റെ ഡിഫറെൻറ്റ് വേർഷൻസ് അവിടെ കാണാൻ പറ്റും. സോ നിങ്ങൾ എന്ത് ചെയ്യുന്നു, സിസ്റ്റത്തിന് മാച്ച് ആയിട്ടുള്ള ലിബ്രെഓഫീസാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. സോ ഇവിടെ ലിബ്രെഓഫീസ് 7.1.5 ഉണ്ട്. സോ ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക ആദ്യം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടാവും ചൂസ് യുവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചൂസ് ചെയ്യണം. സോ ഇവിടെ ഓൾറെഡി ഉണ്ടാവുക ലിനക്സ് ആണ്. ലിനക്സ് 64 ബിറ്റ്സ് ആയിട്ടുള്ള പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഇവിടെ യൂസ് ആയിട്ടുള്ളത്. ദെൻ ഡൗൺലോഡ് കൊടുക്കുക. ലിനക്സ് ആണ് നിങ്ങളുടെ എങ്കിൽ 64 ബിറ്റ് ആണോ 32 ബിറ്റ് ആണോ എന്നുള്ളത് നോക്കണം. ദെൻ വിൻഡോസ് ആണെങ്കിൽ വിൻഡോസിൽ തന്നെ എന്ത് ചെയ്യുന്നു, 64 ഉണ്ട് 32 ബിറ്റും ഉണ്ട്. സോ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും. മാക് ആണെങ്കിൽ മാക് OS ഇവിടെ ചൂസ് ചെയ്യുക. ചൂസ് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് എന്നുള്ളത് കൊടുക്കുക. ഡൗൺലോഡ് കൊടുക്കുമ്പോൾ എന്താവും, ഇപ്പോൾ ഞാൻ ഇതൊന്ന് വെച്ചിട്ട് ഡൗൺലോഡ് കൊടുക്കാം. ഡൗൺലോഡ് കൊടുക്കുമ്പോൾ എന്താവും, ഇതാണ് ഇങ്ങനെ കാണിക്കുക. ട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള ഇതാണോ ഇവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട് കേട്ടോ. ലിബ്രെഓഫീസ് ഇതിൻ്റെ ഫയൽ ഇവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട്. ഇത് അത്യാവശ്യം സൈസ് ഉണ്ട്, 257 MB സൈസാണ് ഇതിനുള്ളത്. അപ്പോൾ ഓൾറെഡി എൻ്റെ സിസ്റ്റത്തിൽ ലിബ്രെഓഫീസ് ഇൻസ്റ്റാൾഡ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിവിടെ പോസ് ചെയ്യാണ്. ദാറ്റ് മീൻസ് അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സിസ്റ്റത്തിൽ ലിബ്രെഓഫീസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് വെച്ചിട്ട് ആ ഡൗൺലോഡ് ഫയൽ വെച്ചിട്ട് നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലിബ്രെഓഫീസ് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ദെൻ നമുക്ക് അങ്ങനെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഇനി ഒരു ലിബ്രെഓഫീസിലുള്ള അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതോടുകൂടി നമുക്ക് ഏതൊക്കെ ഫങ്ഷൻസ് ഏതൊക്കെ പ്രോഗ്രാംസ് നമുക്ക് കിട്ടും, ഈ പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് അതിൽ കിട്ടും. കാൽക്ക്, റൈറ്റർ, ഇംപ്രസ്, ബേസ്, എഡിറ്റർ, ഗ്രാഫിക്സ് പോലുള്ള എല്ലാ പ്രോഗ്രാംസ് നമുക്ക് അതിൽ അവൈലബിൾ ആകും. നമുക്കിപ്പോൾ അതിൽ ഇംപ്രസ് ആണ് നമ്മൾ പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. സോ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. സോ ഇതിലിവിടെ എങ്ങനെയാണ് ഒരു ഇംപ്രസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത്. സോ നമ്മളിപ്പോൾ യു ക്യാൻ സ്റ്റാർട്ട് ഇൻ സെവറൽ വേസ്. നമുക്ക് പല രീതിയിൽ നമുക്കിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ലിബ്രെഓഫീസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ലിബ്രെഓഫീസ് ഇംപ്രസ് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആകും. സോ നമുക്ക് എങ്ങനെ അത് ഡിഫറെൻറ്റ് വേസിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ്, ഫ്രം ദ ലിബ്രെഓഫീസ് സ്റ്റാർട്ട് സെൻറ്റർ, ഇഫ് നോ കോമ്പണൻസ് ഈസ് ഓപ്പൺ, click on the Impress presentation icon to create a new presentation. സോ നമുക്ക് ലിബ്രെഓഫീസ് സ്റ്റാർട്ട് സെൻറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ഇംപ്രസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതിലിപ്പോൾ കോമ്പണൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇംപ്രസ് പ്രസൻറ്റേഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇംപ്രസ് പ്രസൻറ്റേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ന്യൂ പ്രസൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ അത് നമ്മൾ ഡെമോൺസ്ട്രേഷൻ രീതിയിൽ കാണിക്കുന്നുണ്ട്. ദെൻ രണ്ടാമത്തേത്, ഫ്രം ദ സിസ്റ്റം സ്റ്റാർട്ട് മെനുവിൽ ദ സ്റ്റാൻഡേർഡ് മെനു ഫ്രം വിച്ച് ദ മോസ്റ്റ് ആപ്ലിക്കേഷൻസ് ആർ സ്റ്റാർട്ടഡ്, ഫൈൻഡ് ഇംപ്രസ് ഇൻസൈഡ് ദ ലിബ്രെഓഫീസ് കാറ്റഗറി. അതേപോലെ തന്നെ സ്റ്റാർട്ട് മെനുവിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇംപ്രസിൻ്റെ ലിബ്രെഓഫീസിൻ്റെ എന്താണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഓപ്ഷൻ കാണും. സോ അതിലൂടെ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിബ്രെഓഫീസിൻ്റെ അണ്ടറിലുള്ള പ്രോഗ്രാംസ് ഒക്കെ ലിസ്റ്റ് ചെയ്യും. അതിൽ നിന്ന് നമ്മൾ ഇംപ്രസ് ചൂസ് ചെയ്തിട്ട് നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ നമുക്ക് ലിബ്രെഓഫീസ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ബൈ ഓപ്പണിംഗ് എനി പ്രസൻറ്റേഷൻ ഫയൽ ഫ്രം യുവർ കമ്പ്യൂട്ടർ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ നമ്മൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സിസ്റ്റത്തിൽ ഇപ്പോൾ ഒരു പ്രസൻറ്റേഷൻ ഫയൽ ഉണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്യുക, ഈ ഒരു ഇംപ്രസിലൂടെ നമുക്കത് തുറക്കാനും പറ്റും. ഓപ്പൺ യൂസ് ചെയ്തിട്ട് നമുക്കത് തുറക്കാൻ പറ്റും. ഓക്കെ, ദെൻ നമ്മൾ അതെങ്ങനെയാണ് എന്നുള്ളത് ഞാനൊന്ന് കാണിക്കാം. ഇംപ്രസ് എങ്ങനെയാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. സോ ഇവിടെ ഇതാണ് എൻ്റെ സ്റ്റാർട്ട് എന്ന് പറയുന്നത്. ഇത് ഉബുണ്ടു സിസ്റ്റമാണ്. ഉബുണ്ടു സിസ്റ്റത്തിൽ ഉബുണ്ടു ലിനക്സ് സിസ്റ്റങ്ങളിലൊക്കെ ഈ ഒരു രീതിയിലാണ്. ഇത്
KD ആണ്, ദാറ്റ് മീൻസ് K ഡെസ്ക്ടോപ്പ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിൻഡോസിലാണ് എന്നുണ്ടെങ്കിലൊക്കെ താഴെ നിങ്ങൾക്ക് അറിയാം സ്റ്റാർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ഒരു സൈഡിലായിട്ട് സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. സ്റ്റാർട്ടിലോട്ട് പോവുക. സ്റ്റാർട്ടിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് മെത്തേഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ സെർച്ച് കൊടുത്തിട്ട് നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം, പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. സോ നമ്മൾ പറഞ്ഞു ഇംപ്രസ് ആണ് അല്ലേ. ഇംപ്രസ് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ, ഇംപ്രസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലിബ്രെ ഓഫീസ് ഇംപ്രസ് അവിടെ വരും. ഓക്കെ, ഇങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ അതാണ് ഫസ്റ്റ് മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് നമുക്ക് ആപ്ലിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവും ഓഫീസ് അല്ലേ. ഇതാണ് ലിബ്രെ ഓഫീസ്. ലിബ്രെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് എല്ലാ സോഫ്റ്റ്വെയർസും ആ ലിബ്രെ ഓഫീസിലുള്ള സോഫ്റ്റ്വെയർസൊക്കെ കാണാൻ പറ്റും. നമ്മൾ ഡാറ്റാബേസ് ഡെവലപ്മെൻറ്റ് അല്ലേ, ബേസ് ലിബ്രെ ഓഫീസ് ബേസ് ആണിത്. അതേപോലെ തന്നെ ലിബ്രെ ഓഫീസ് ഡ്രോ ആണിത് ഫോർ ഡ്രോയിങ് പ്രോഗ്രാംസ്. അതേപോലെ തന്നെ ലിബ്രെ ഓഫീസ് മാത്ത് ഉണ്ട്. അതേപോലെ തന്നെ ലിബ്രെ ഓഫീസ് ഉണ്ട്. അതേപോലെ തന്നെ ലിബ്രെ ഓഫീസ് ഇംപ്രസ് അവിടെ, ലിബ്രെ ഓഫീസ് കാൽക്ക് ഉണ്ട്, ലിബ്രെ ഓഫീസ് റൈറ്റർ ഉണ്ട്. സോ ഇതിൽ നമ്മൾ പ്രസൻറ്റേഷൻ അഥവാ ലിബ്രെ ഓഫീസ് ഇംപ്രസ് എന്ന് പറയുന്ന പ്രോഗ്രാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഇതേപോലെ എന്ത് ചെയ്യും, ലിബ്രെ ഓഫീസ് ഓപ്പൺ ആവും. ഇതൊന്നും നമുക്ക് ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രസൻറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ടെംപ്ലേറ്റ് ആണെന്ന് വിചാരിക്കാം. ഇത് ചൂസ് ചെയ്യുക, അതിൽ ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടെംപ്ലേറ്റിൽ പ്രസൻറ്റേഷൻ ഇവിടെ ഓപ്പൺ ആവും. സോ ഇതിൽ നമുക്ക് ഇനി ഓരോ സ്ലൈഡ്സും കാര്യങ്ങളും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ദെൻ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഫയലിൽ പോയിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രസൻറ്റേഷൻ അവിടെ സേവ് ആവും. ദെൻ അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ഈ ഒരു പ്രസൻറ്റേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തുറന്നു വരുന്ന വിൻഡോകളിലുള്ള ടൂൾസും കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ അതിൽ നമുക്ക് ദ മെയിൻ ഇംപ്രസ് വിൻഡോ എന്താണ് എന്ന് ഇംപ്രസ് വിൻഡോ, ദ ഇംപ്രസ് മെയിൻ വിൻഡോ ഹാസ് 3 പാർട്സ്. അതിൽ മെയിൻ ആയിട്ട് 3 പാർട്സ് ആണ് ഉണ്ടാവുക. സോ ഫസ്റ്റ് വൺ ആണ് ദ സ്ലൈഡ്സ് പാൻ ഉണ്ടാവും, സ്ലൈഡ്സ് പാൻ ഉണ്ടാവും, അതുപോലെ തന്നെ വർക്ക് സ്പേസ് ഉണ്ടാവും, അതുപോലെ തന്നെ സൈഡ് ബാർ ഉണ്ടാവും. സോ ഇതാണ് 3 മെയിൻ വിൻഡോസ് എന്ന് പറയുന്നത്. ഓക്കെ, 3 മെയിൻ വിൻഡോസ് എന്ന് പറയുന്നത് സൈഡ്സ് പാൻ, അതാണ് ഇതൊക്കെയാണ്. സ്ലൈഡ്സ് പാൻ ഉണ്ടാവും, വർക്ക് സ്പേസ് ഉണ്ടാവും ആൻഡ് സൈഡ് ബാർ ഉണ്ടാവും. ഓക്കെ, ഇതാണ് വർക്ക് സ്പേസ് എന്ന് പറയുന്നത്. നമുക്ക് വർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇതാണ്. സൈഡ് സ്പാൻ ഉണ്ടാവും, സൈഡ് ഉണ്ടാവും, സ്ലൈഡ് ഉണ്ടാവും, സൈഡ് സ്പാൻ ഉണ്ടാവും. സോ അത് രണ്ടും സ്ലൈഡ് സ്പാൻ ഉണ്ടാവും, അതുപോലെ തന്നെ സ്ലൈഡ് ബാർ ഉണ്ടാവും. ഓക്കെ, സ്ലൈഡ് ബാർ ഉണ്ടാവും. ഓക്കെ, ഇതാണ് നമുക്ക് സ്ലൈഡ് സ്പാൻ ഇതാണ്. അതേപോലെ തന്നെ സ്ലൈഡ് ബാർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ദെൻ അതർ പാർട്സ് ഓഫ് ദ ഇംപ്രസ് വിൻഡോസ്. അതേപോലെ തന്നെ ഈ മെയിൻ പാർട്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിലുണ്ടാകുന്ന അതർ പാർട്സ് ആണ് ഏതൊക്കെ ആ വിൻഡോയിലുള്ളത്. ടൈറ്റിൽ ബാർ ഉണ്ടാവും, മെനു ഉണ്ടാവും, ടൂൾ ബാർ ഉണ്ടാവും, സ്റ്റാറ്റസ് ബാർ ഉണ്ടാവും. സോ ഇങ്ങനെയുള്ള കുറേ ടൂൾസ്. ദീസ് പാർട്സ് ആർ സിമിലർ ടു ദ റൈറ്റർ മെയിൻ വിൻഡോ. നിങ്ങൾ റൈറ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റർ അതിൽ ഉണ്ടാവുന്ന മെയിൻ വിൻഡോയിൽ ഉണ്ടാവുന്ന എന്താണ് കോമ്പണൻസ് തന്നെയാണ്. ടൈറ്റിൽ ബാർ, മെനു, ടൂൾ ബാർ, സ്റ്റാറ്റസ് ബാർ പോലുള്ള ബാറുകളൊക്കെ അതിൽ എന്ത് ചെയ്യും, നമുക്ക് അവൈലബിൾ ആണ്. എവിടെയും ഈ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ഇംപ്രസിലും ആ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, ദെൻ അടുത്തതായിട്ട് ആ ഒരു മെയിൻ വിൻഡോ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഒരു ഇമേജ് കാണിച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. അത് വർക്ക് സ്പേസ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ്. നമ്മൾ വർക്ക് സ്പേസ് എന്ന് പറയുന്നത് ഇതാണ്. സ്ലൈഡ് പാൻ എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ്. അതുപോലെ തന്നെ സൈഡ് ബാർ എന്ന് പറയുന്നത് ഇതാണ്. സ്ലൈഡ്സ് പാൻ ഇത്, സൈഡ് ബാർ എന്ന് പറയുന്നത് ഇതാണ്. അതേപോലെ തന്നെ സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ താഴെ ഉള്ളതാണ് സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നത്. ദെൻ ടൂൾ ബാർ എന്ന് പറയുന്നത് ഈ ഒരു ലൈനിലുള്ള ബാർസും അതുപോലെ തന്നെ ഈ 2 ലൈനുകളിലാണ് നമ്മൾ എന്താ പറയുക ടൂൾ ബാർ എന്ന് പറയുക. ടൂൾ ബാർസ്, ഈ 2 ബാർസാണ് ടൂൾ ബാർസ്. അതുപോലെ തന്നെ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇത് ആണ് മെനു എന്ന് പറയുന്നത്. ഫയൽ, എഡിറ്റ്, വ്യൂ, ഇൻസേർട്ട്, ഈ ലൈനില്ലേ അതിന് നമ്മൾ മെനു എന്ന് പറയുന്നത്. ടോപ്പിലുള്ളതാണ് ടൈറ്റിൽ ബാർ. ടൈറ്റിൽ ബാർ ഉണ്ട്, മെനു ഉണ്ട്, ടൂൾ ബാർസ് 2 ലൈൻസിലുള്ള ടൂൾസ് ഉണ്ട് അവിടെ. സ്ലൈഡ് സ്പാൻ ഉണ്ട്, അതുപോലെ തന്നെ വർക്ക് സ്പേസ് ഉണ്ട്, സ്റ്റാറ്റസ് ബാർ ഉണ്ട്, സൈഡ് ബാർ ഉണ്ട്. സോ ഇത്രയാണ് ഇതിലുള്ള മെയിൻ പാർട്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് ഓരോന്നും ഓർത്ത് വെക്കുക.
Then നമുക്ക് ഓരോന്നും എന്താണ് എന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കാം. The slides pan contain the thumbnails, pictures of the slides in your presentation. In the order the slides will be shown. Clicking a slide in this pan, select it and place it in the workspace. In general, we use the slides pan to manage the slides of the presentation. മെയിൻ ആയിട്ടും നമ്മൾ ഇവിടെ സ്ലൈഡ് നമ്മൾ ഉപയോഗിക്കുന്നത്, സ്ലൈഡ് സ്പാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്ലൈഡ്സുകളെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം പ്രസൻറ്റേഷനിൽ നമ്മൾ കുറേ സ്ലൈഡ്സ് ക്രിയേറ്റ് ചെയ്യും. സോ ആ സ്ലൈഡ്സിൻ്റെ മോഷൻസ് ആണല്ലോ പ്രസൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സ്ലൈഡ് സ്പാൻസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവുക. ഇപ്പം നമ്മൾ ഒരു സ്ലൈഡും ആണ് ഇപ്പോൾ ഈ ഒരു ഇതിൽ കാണിക്കുന്നുണ്ട്. അടുത്ത സ്ലൈഡ് വരുമ്പോൾ അത് ഇവിടെ വരും, അടുത്ത സ്ലൈഡ് വരും താഴെ വരും. ഈ ഒരു രീതിയിലായിരിക്കും ഇങ്ങനെ സ്ലൈഡ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ ഇത് സ്ലൈഡ്സുകളെ മാനേജ് ചെയ്യാനുള്ളതാണ് സ്ലൈഡ് സ്പാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എന്ത് ചെയ്യുന്നു, അതാണ് പറയുന്നത്. അതിൽ ആ സ്ലൈഡ് സ്പാൻ കണ്ടെയ്ൻ ചെയ്യുന്നത് എന്തായിരിക്കും? തമ്പനെയിൽ പിക്ചേഴ്സ് ഒക്കെ സ്ലൈഡ്സ് ആയിരിക്കും. അഥവാ നമ്മുടെ പ്രസൻറ്റേഷനിലുള്ള സ്ലൈഡ്സിൻ്റെ തമ്പനെയിൽ പിക്ചേഴ്സ് എങ്ങനെയാണ് ആ സ്ലൈഡ്സ് ഉണ്ടാവുക എന്നുള്ളതായിരിക്കും ആ സ്ലൈഡ് സ്പാനിൽ കാണുന്നുണ്ടാവുക. ഓക്കെ, അതേപോലെ തന്നെ ഇൻ ദ ഓർഡർ ദ സ്ലൈഡ്സ് വിൽ ബി ഷോ, എങ്ങനെയായിരിക്കും ആ ഓർഡറും നമുക്ക് അവിടെ എങ്ങനെയായിരിക്കും സ്ലൈഡ്സ് ഷോ ചെയ്യുന്നത് എന്നുള്ള ആ ഓർഡറും നമുക്ക് അവിടെ സ്ലൈഡ് സ്പാനിൽ കാണാൻ പറ്റും. ഇന്ന സ്ലൈഡിന് ശേഷം ഇന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ആ ഒരു വർക്ക് സ്പേസിലോട്ട് ആ ഒരു സ്ലൈഡിനെ കൊണ്ടുവരണം എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഒരു സെക്കൻഡ് സ്ലൈഡ് ഉണ്ട്. സെക്കൻഡ് സ്ലൈഡ്, ഇത് ഫസ്റ്റ് സ്ലൈഡ്, ഇത് സെക്കൻഡ് സ്ലൈഡ്, ഇവിടെ തേർഡ് സ്ലൈഡ്, അങ്ങനെ ഉണ്ടാവുക. സോ അതിൽ സെക്കൻഡ് സ്ലൈഡ് നമുക്ക് ഈ വർക്ക് സ്പേസിലോട്ട് കൊണ്ടുവരണം. അതിനെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്, അതിനെ മാനേജ് ചെയ്യാനുണ്ട്. സോ നമ്മൾ അതിന്മേൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഈ ഒരു വർക്ക് സ്പേസിലോട്ട് ആ ഒരു സ്ലൈഡ് വരും. ദെൻ നമുക്ക് അതിൽ എന്ത് ചെയ്യാം, കണ്ടൻസുകൾ ആഡ് ചെയ്യുകയോ എഡിറ്റ് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അതാണ് സ്ലൈഡ് സ്പാൻ എന്ന് പറയുന്നത്. ദെൻ സൈഡ് ബാർ. സൈഡ് ബാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ the sidebar has 7 sections ആണ് സൈഡ് ബാറിൽ ഉണ്ടാവുക. To extend a section you want to use, click on its icon or click on the smaller triangle at the top of the icon and select a section from the drop down list. Only one section at a time can be opened. സൈഡ് ബാർ നമുക്കറിയാം ഇങ്ങനെയായിരിക്കും സൈഡ് ബാർ കാണുന്നുണ്ടാവുക അല്ലേ, സൈഡ് ബാർ. സോ ഇതിൽ 7 സെക്ഷൻസ് ആണ് ഉണ്ടാവുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 1 2 3 4 5 6 7 അല്ലേ, ആ 7 സെക്ഷൻസ് ആണ് എവിടെ ഉണ്ടാവുക, സൈഡ് ബാറിൽ ഉണ്ടാവുക. സോ 7 സെക്ഷൻസ് ഉണ്ടാവും. ആ ഓരോ സെക്ഷൻസിന് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് എക്സ്പാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ ഈ കാണുന്ന ഐക്കൺസുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇത് വരും. ഇപ്പോൾ ഫസ്റ്റ് ഇതാണ് ലേ ഔട്ടിൻ്റെതാണ് ഫസ്റ്റ് ഇതുള്ളത്. സോ അതിന്മേൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ലേ ഔട്ടിൻ്റെത് ഇവിടെ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിന്മേൽ ക്ലിക്ക് ചെയ്താൽ അത് വരും. അതുപോലെ ഇത് സ്ലൈഡ് ഷോൻ്റെ ആണ്. സ്ലൈഡ് ഷോൻ്റെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആ ഒരു റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടീസും കാര്യങ്ങളും കാണിക്കാൻ വേണ്ടിയിട്ടുള്ളത് അവിടെ വരും. അങ്ങനെ ഓരോന്നും ഉണ്ട് ഇവിടെ. സോ സെറ്റിങ്സ് അങ്ങനെ പലതുണ്ട്, ഇമേജുകൾ, ഗ്രാഫ് കാര്യങ്ങളൊക്കെ ഉള്ള ഇൻക്ലൂഡ് ചെയ്യിക്കുന്ന അതിൻ്റെയൊക്കെ പ്രോപ്പർട്ടീസുകളാണ് ഇതിവിടെ കാണിക്കുന്നത്. സോ അതൊക്കെ നമുക്ക് ഈ ഒരു 7 എന്ത് ചെയ്യുന്നു ഐക്കൺസുകളിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ നമുക്ക് സൈഡ് ബാറിലുള്ള ഈ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ ഒരു സമയത്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഏതെങ്കിലും ഒരു സെക്ഷൻ മാത്രമേ ഓപ്പൺ ആയിട്ട് കാണുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ലൈഡിൻ്റെ ലേഔട്ട്സിൻ്റെ പ്രോപ്പർട്ടീസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടില്ല. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊന്നും കാണില്ല. അപ്പോൾ ഒരു സമയത്ത് ഒന്നേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ദെൻ അടുത്തത് പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടീസ് അല്ലെ, ഈ പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഷോ പ്രോപ്പർട്ടീസ് ഓഫ് ദി സെലക്ടഡ് ഒബ്ജക്റ്റ്. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റ്, ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തെങ്കിൽ ആ സ്ലൈഡിന്റെ പ്രോപ്പർട്ടീസ് ആയിരിക്കും അവിടെ വരുന്നുണ്ടാവും. ഇപ്പോൾ നമ്മളൊരു ടെക്സ്റ്റ് ബോക്സ് ആണെങ്കിൽ ആ ടെക്സ്റ്റ് ബോക്സിന്റെ പ്രോപ്പർട്ടീസ് ആയിരിക്കും ഈ പ്രോപ്പർട്ടീസിന്റെ അണ്ടറിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടാവാം. സോ ആ ഏത് ഒബ്ജക്റ്റാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടീസ് ഷോ ചെയ്യിക്കുന്നതായിരിക്കും പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന സെക്ഷൻ. വെൻ യു സെലക്ട് എ സ്ലൈഡ് ഇറ്റ് ഷോ ദ സ്ലൈഡ്സ് ലേഔട്ട് ഇൻക്ലൂഡിംഗ് വിത്തിൻ ദ ഇംപ്രസ് അല്ലേ. നമ്മളിപ്പോൾ ഇവിടെ ഇതിൽ അങ്ങനെയാണ് ചെയ്തത്. സ്ലൈഡ് സെലക്ട് ചെയ്തുകൊണ്ടാണ് സ്ലൈഡിന്റെ ലേഔട്ട്സും കാര്യങ്ങളുമായിട്ടുള്ള അതിന്റെ പ്രോപ്പർട്ടീസ് ആണ് അവിടെ നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ദെൻ അതുപോലെ തന്നെ സ്ലൈഡ് ട്രാൻസിഷൻ ഉണ്ട്. സ്ലൈഡ് ട്രാൻസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ലൈഡ് ട്രാൻസിഷൻ എഫക്റ്റ് ഹൗ ദ പ്രസന്റേഷൻ അഡ്വാൻസ്ഡ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഇംപ്രസ് ഹാസ് സെവറൽ ട്രാൻസിഷൻസ് എഫക്റ്റ് അവൈലബിൾ. ദ ഡിഫോൾട്ട് ഈസ് സെറ്റ് ടു നോ ട്രാൻസിഷൻസ് ആണ്. അഥവാ സ്ലൈഡ് ട്രാൻസിഷൻസിൽ എന്താ ഉണ്ടാവുക, എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് സ്ലൈഡ് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് ട്രാൻസിഷൻ ചെയ്യേണ്ടത്, മൂവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നമ്മുടെ പ്രസന്റേഷനിൽ എങ്ങനെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴാണോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇങ്ങനെ മൂവ് ചെയ്യാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുക ഈ സ്ലൈഡ് ട്രാൻസിഷനിലാണ്. ഏത് സ്റ്റൈലിലാണ് അത് വരേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടാവുക ഈ സ്ലൈഡ് ട്രാൻസിഷനിലാണ്. ഇതൊക്കെ നമ്മളൊന്ന് നോക്കുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ കസ്റ്റം ആനിമേഷൻ. സ്ലൈഡ് ട്രാൻസിഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും.
അതേപോലെ തന്നെ കസ്റ്റം ആനിമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ വെറൈറ്റി ഓഫ് animation can be used to emphasize or enhance different elements of each slides. അതുപോലെ തന്നെ ഒരു ആനിമേഷൻ നമുക്കറിയാം, വെറൈറ്റി ഓഫ് ആനിമേഷൻസ് നമുക്ക് നമ്മളുടെ ഡിഫറെൻറ്റ് സ്ലൈഡ്സുകളിൽ ഓരോ സ്ലൈഡ്സുകളിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എംഫസൈസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ദ കസ്റ്റം ആനിമേഷൻ സെക്ഷൻ പ്രൊവൈഡ് an easy way to add, change or remove animations. No, ഈ കസ്റ്റം ആനിമേഷൻ ഓപ്ഷൻ നമുക്ക് നൽകുന്നത് എന്താണ്, നമുക്ക് ഈസി ആയിട്ട് സ്ലൈഡിലോട്ട് ആനിമേഷൻസ് ആഡ് ചെയ്യാനും ചേഞ്ച് ചെയ്യാനും മൂവ് ചെയ്യാനും ഒക്കെ പറ്റും. സോ അതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന മൂന്നാമത്തത്, ദാറ്റ് മീൻസ് ആനിമേഷൻസിൻ്റെ ഐക്കൺ. അതേപോലെ തന്നെ മാസ്റ്റർ പേജ് ആണ്. മാസ്റ്റർ പേജ് എന്നാൽ ഹിയർ യു ഡിഫൈൻ ദ പേജ് സ്ലൈഡ് സ്റ്റൈൽ ഫോർ യുവർ പ്രസന്റേഷൻ ഇംപ്രസ് ഇൻക്ലൂഡിംഗ് സെവറൽ ഡിസൈൻ ഓഫ് മാസ്റ്റർ പേജസ്. അഥവാ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാസ്റ്റർ പേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ എന്താണ് പേജുകളുടെ സ്റ്റൈല്, നമ്മുടെ പ്രസൻറ്റേഷനിലുള്ള പേജുകളുടെ സ്റ്റൈല് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ടുള്ളതാണ് മാസ്റ്റർ പേജ് എന്ന് പറയുന്നത്. ഇംപ്രസ് ഇൻക്ലൂഡ് സെവറൽ ഡിസൈൻ ഓഫ് മാസ്റ്റർ പേജസ്. നമുക്ക് എന്താണ് പലതരത്തിലുള്ള മാസ്റ്റർ പേജുകളുടെ ഡിസൈനിങ് ഏതിലുണ്ടാവും, ഇംപ്രസ്സിലുണ്ട്. നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്, പലതരത്തിലുള്ള ഡിസൈനിങ്. സോ ടൈറ്റിൽ വരുന്നത്, ഇല്ലാത്തത്, ആ രീതിയിലുള്ളത്. വൺ ഓഫ് ദ ഡിഫോൾട്ട് ആയിട്ടുണ്ടാവുക ബ്ലാങ്ക് ആയിട്ടുള്ളതായിരിക്കും. ദാറ്റ് മീൻസ് ആൻഡ് ദ റെസ്റ്റ് ഹാവ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് സ്റ്റൈൽഡ് ടെക്സ്റ്റ്. അതുപോലെ തന്നെ ചിലതിൽ എന്തുണ്ടാവും, ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, ചിലത് സ്റ്റൈൽഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ഉണ്ടാവും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുന്നു, മാസ്റ്റർ പേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിഫോൾട്ട് ആയിട്ട് വരുന്ന ഇത് ബ്ലാങ്ക് ആണ്, അല്ലാത്ത രീതിയിൽ നമുക്ക് ചൂസ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. അഥവാ ബ്ലാങ്ക്, ഇതാണ് ഡിഫോൾട്ടായിട്ട് വരുന്ന ലേഔട്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു ടൈറ്റിൽ, ഒരു ബോഡി ഉള്ളത് രീതിയിലുള്ളത്, 2 സെക്ഷൻ ആയിട്ടുള്ളത്, 3 സെക്ഷൻ ആയിട്ടുള്ളത്, 4 സെക്ഷൻ ആയിട്ടുള്ളത്, ആ രീതിയിലൊക്കെ നമുക്കതിനെ ചൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് മാസ്റ്റർ പേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റൈൽസ് ആൻഡ് ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഹിയർ യു ക്യാൻ എഡിറ്റ് ആൻഡ് അപ്ലൈ സ്റ്റൈൽസ് ലൈക്ക് ഇൻ റൈറ്ററിൽ നമ്മൾ സ്റ്റൈൽസും കാര്യങ്ങളും ഫോർമാറ്റിങ്സും കാര്യങ്ങളൊക്കെ അപ്ലൈ ഇല്ലേ, അതേപോലെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എവിടെയും ഉണ്ട്, പ്രസൻറ്റേഷനിലും ഉണ്ട്, സ്റ്റൈൽസ് ആൻഡ് ഫോർമാറ്റിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ ഗാലറി ഓപ്ഷൻ ഉണ്ട്. ഗാലറി ഓപ്ഷൻ ഓപ്പൺസ് ദ ഇംപ്രസ് ഗാലറി വേർ യു ക്യാൻ ഇൻസേർട്ട് ആൻ ഓബ്ജക്റ്റ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇംപ്രസ് ഗാലറി നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒബ്ജക്ട്സുകൾ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഗ്രാഫിക്സോ അല്ലെങ്കിൽ സൗണ്ട്സോ വീഡിയോസോ ഒക്കെ നമുക്ക് ലിബ്രെ ഓഫീസിലോട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇൻറ്റു പ്രസൻറ്റേഷൻ ലിബ്രെ ഓഫീസ് ഗാലറിയിൽ നിന്നും നമുക്കത് പ്രസൻറ്റേഷനിലോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്നാണ്. ഗാലറി പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ നാവിഗേറ്റർ ഉണ്ട്. നാവിഗേറ്റർ എന്ന് പറയുന്നത് ഓപ്പൺസ് ദ ഇംപ്രസ് നാവിഗേറ്റർ ഇൻ വിച്ച് യു ക്യാൻ ക്വിക്ക് മൂവ് ടു അനദർ സ്ലൈഡ്സ് ഓർ സെലക്ട് ആൻ ഒബ്ജക്റ്റ് ഓൺ എ സ്ലൈഡ്. നമുക്ക് നാവിഗേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്ലൈഡുകൾക്കിടയിൽ നമുക്ക് ക്വിക്കായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഒബ്ജക്ട്സുകൾ, ഒരു സ്ലൈഡിലുള്ള ഒബ്ജക്ട്സുകളെ ചൂസ് ചെയ്യാനും നമ്മൾ നാവിഗേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സ്റ്റാറ്റസ് ബാർ നമ്മൾ പറഞ്ഞു, നമ്മളിതിൽ താഴെയുള്ളതാണ് സ്റ്റാറ്റസ് ബാർ എന്ന് പറഞ്ഞിട്ടായിരുന്നു. സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നത് എന്താണ്, ദ സ്റ്റാറ്റസ് ബാർ ലൊക്കേറ്റഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ഇംപ്രസ് വിൻഡോ. ഇംപ്രസ് വിൻഡോയുടെ ഏറ്റവും താഴെ കാണുന്നതാണ് സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നത്. സോ അത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. കണ്ടെയ്ൻ ഇൻഫോർമേഷൻ ദാറ്റ് യു മേ ഫൈൻഡ് യൂസ്ഫുൾ വെൻ വർക്കിംഗ് ഓൺ എ പ്രസൻറ്റേഷൻ. ഒരു പ്രസൻറ്റേഷനിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു നമുക്ക് ഇൻഫോർമേഷൻസ് ഒക്കെ നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു വിൻഡോ ആണ് സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നത്. സോ അതിൽ കണ്ടെയ്ൻ ചെയ്ത ഇൻഫോർമേഷൻസ് ഒക്കെ നോക്കൂ. ഇൻഫോർമേഷൻ ഏരിയ ഇവിടെ ഉണ്ടോ, ഇതിപ്പം പാരഗ്രാഫ് 1 ആണ്, റോ 1, കോളം 1 ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതേപോലെ തന്നെ കേഴ്സർ പൊസിഷൻ എവിടെയാണുള്ളത്, അതേപോലെ തന്നെ ഡിജിറ്റൽ സിഗ്നേച്ചർ, അതേപോലെ തന്നെ അൺസേവ്ഡ് ആയിട്ടുള്ള ചേഞ്ചുകൾ, സ്ലൈഡിൻ്റെ നമ്പർ, ഇപ്പോൾ എത്രാമത്തെ സ്ലൈഡിലാണുള്ളത്, എത്രാമത്തെ പേജ് ആണ്, പേജ് സ്റ്റൈൽ എന്താണ്, ഡിഫോൾട്ടാണ് ഇവിടെ. അതേപോലെ തന്നെ സൂം സ്ലൈഡർ എത്ര സൂം ആയിട്ടുണ്ട്, എത്ര സൂം അല്ല, അതേപോലെ തന്നെ സൂമിൻ്റെ പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ നമുക്ക് കുറേ ഇൻഫോർമേഷൻസ് നമ്മളുടെ സ്ലൈഡ്സിൻ്റെയും ഇതിന് പ്രസൻറ്റേഷൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് കാണിച്ചു തരുന്ന ഒരു വിൻഡോ ആണ് സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് ഏറ്റവും താഴെയാണ് നമുക്ക് കാണാൻ പറ്റുക ഇംപ്രസ് വിൻഡോയുടെ. പിന്നെ അതുപോലെ തന്നെ ടൂൾ ബാർസ് നമ്മൾ പറഞ്ഞു, അവിടെ മെയിനായിട്ടും 2 ടൂൾ ബാർസ് ആണ് അവിടെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെനി ടൂൾ ബാർസ് ക്യാൻ ബി യൂസ്ഡ് ഡ്യൂറിങ് സ്ലൈഡ് ക്രിയേഷൻ്റെ കേസിൽ നമുക്ക് പലതരത്തിലുള്ള ടൂൾ ബാർസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ദേ ക്യാൻ ബി ഡിസ്പ്ലേഡ് ഓർ ഹിഡൻ ബൈ ഗോയിങ് ടു വ്യൂ. നമുക്കത് ഡിസ്പ്ലേ ചെയ്യാനും ഹിഡൻ ചെയ്യിക്കാനൊക്കെ പറ്റും. എങ്ങനെയാണ്, വ്യൂവിൽ പോയി കഴിഞ്ഞാൽ ടൂൾ ബാർസ് വന്ന മെയിൻ മെനു ബാറിൽ നമുക്ക് എന്തുണ്ട്, വ്യൂ മെയിൻ ബാറിലുണ്ടോ എന്തുണ്ട്,
വ്യൂ ഉണ്ട്. വ്യൂവിൽ പോയി കഴിഞ്ഞാൽ നമുക്കതിന് എന്ത് ചെയ്യാൻ പറ്റും, ടൂൾ ബാർസിനെ ഹിഡൻ ചെയ്യാനും വ്യൂ ചെയ്യിക്കാനൊക്കെ നമുക്കത് പറ്റുന്നതായിരിക്കും. ഓക്കെ, ദെൻ അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ടൂൾ ബാർ. ദ സ്റ്റാൻഡേർഡ് ടൂൾ ബാർ കണ്ടെയ്ൻ ദ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് കമൻറ്റ്സ്. സ്റ്റാൻഡേർഡ് ടൂൾ ബാറിൽ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാവുക മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി നമ്മൾ ഉപയോഗിക്കുന്ന കമൻസുകളായിരിക്കും. ഇറ്റ് ഹാസ് സം സിമിലാരിറ്റി വിത്ത് റൈറ്ററിനെ പോലെ തന്നെയാണ്, ബട്ട് ഹാസ് സം കമൻറ്റ് സ്പെസിഫിക് ടു ഇംപ്രസിന് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കമാൻഡ്സുകൾ കൂടുതൽ ഇതിലുണ്ട്, സ്റ്റാൻഡേർഡ് ടൂൾ ബാറിലുണ്ട്. ഏതിൻ്റെ കേസിൽ, നമ്മുടെ ഈ ഒരു പ്രസൻറ്റേഷൻ്റെ കേസിലുള്ള. ഓക്കെ, സോ ഇവിടെ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. 2 ടൂൾ ബാർസുകൾ, ഫയൽ ഓപ്പൺ പുതിയ ഫയൽ ഓപ്പൺ ചെയ്യാനുള്ളത്, ഓപ്പൺ, അതേപോലെ തന്നെ സേവ് ചെയ്യാനുള്ളത്, കട്ട്, കോപ്പി, പേസ്റ്റ്, സെർച്ച് ഒക്കെ കാണാൻ പറ്റും. അൺഡു, റീഡു, എക്സ്പോർട്ട്, PDF, പ്രിൻറ്റിനൊക്കെ വേണ്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ രണ്ടാമത്തെ സ്ലൈഡ് ബാറിൽ നിങ്ങൾക്ക് ടാബ്ഡ് ഇമേജ്, മീഡിയ ചാർട്ട്, ഗ്രിഡ്, ഇൻട്രാക്ഷൻ പോലുള്ള, അതുപോലെ തന്നെ ടെക്സ്റ്റ് ബോക്സ്, ഫ്രണ്ട് വർക്ക്, എഡിറ്റ്, മൂവ്, വ്യൂ, മോഡ്, പോജ്, അങ്ങനെ പലതരത്തിലുള്ള ഇത് നമുക്കവിടെ കാണാൻ പറ്റും. എന്ത് ടൂൾസ് നമുക്ക് ഈ ടൂൾ പാസിൽ ഉണ്ട്. അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. സോ ഇത്രയാണ് നമുക്കതിലുള്ള മെയിൻ പാർട്സുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. നമുക്കതിൻ്റെ ഒരു എങ്ങനെയാണ് അതിൽ വരുന്നത് എന്നുള്ളത് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതാ ഇതിൽ കണ്ടോ, നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതാണ്ടോ, ഇവിടെ 7 പാർട്സുകളുണ്ട് ഈ സ്ലൈഡ് ബാർസിൽ. ഇപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ. ഇതാണ് സ്ലൈഡ് ട്രാൻസിഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു സ്ലൈഡ് ട്രാൻസിഷൻസ് എങ്ങനെയാണ് വരേണ്ടത്. സ്ലൈഡ്സ് ഉണ്ടോ, താഴെ നിന്ന് മുകളിലോട്ടാണോ, മുകളിൽ നിന്ന് താഴോട്ടാണോ, ബാർസ് ആയിട്ടാണ് വരേണ്ടത്, ഇങ്ങനെ ബിങ്കിൾ ചെയ്തിട്ടാണ് വരേണ്ടത്, അങ്ങനെ പലതരത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള സൈഡിൻ്റെ ഷോസ് എങ്ങനെയാണ്, സ്ലൈഡ് മാറേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ കാണിക്കുന്നതാണ് സ്ലൈഡ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഇതാണ് പ്രോപ്പർട്ടീസ്. ഉണ്ടോ, ഓരോ സ്ലൈഡ്, ഇതിപ്പോൾ നമ്മൾ സ്ലൈഡ് സെലക്ട് ചെയ്തുകൊണ്ട് സ്ലൈഡിൻ്റെ പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്യാനുള്ള പോർഷനാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ വേറെ ഒരു ടെക്സ്റ്റ് ഉണ്ടോ, ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ബോക്സിലാണ് ക്ലിക്ക് ചെയ്ത്, അപ്പോൾ പ്രോപ്പർട്ടീസിൽ മാറുന്നുണ്ടോ, ആ ടെക്സ്റ്റ് ബോക്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്ത് ക്യാരക്ടറാണ്, അതുപോലെ എത്രയാണ് സൈസ്, ബോൾഡ് ആക്കണോ, ഇറ്റാലിക് ആക്കണോ, അതിൻ്റെ കളേഴ്സ്, അതിൻ്റെ പാരഗ്രാഫ്സ് എങ്ങനെയാണ്, ലെഫ്റ്റ് അലൈൻമെൻ്റ് ആണോ, റൈറ്റ് അലൈൻമെൻ്റ് ആണോ, ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ വരും. എന്ത് ഒബ്ജക്റ്റാണ് ചൂസ് ചെയ്യുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസാണ് ഫസ്റ്റ് പ്രോപ്പർട്ടിയിൽ വരിക. ഇത് സ്ലൈഡ് ട്രാൻസിഷൻ പറഞ്ഞു. അതേപോലെ തന്നെ ഇതാണ് ആനിമേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ആനിമേഷൻസിന് വേണ്ടിയിട്ട് നമുക്ക് ആനിമേഷൻസ്, പലതരത്തിലുള്ള ആനിമേഷൻസ് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മാസ്റ്റർ സ്ലൈഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. മാസ്റ്റർ സ്ലൈഡ്സ് ഏതാണ് മാസ്റ്റർ സ്ലൈഡ് ആക്കി വെക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് പ്രസൻറ്റേഷനിലുള്ള മാസ്റ്റർ സ്ലൈഡ്സ് യൂസ് ചെയ്യാം. റീസെൻ്റ്ലി യൂസ് ചെയ്തത് ഇവിടെ ഉണ്ടാകും. അതേപോലെ തന്നെ നമുക്ക് ഇനി യൂസ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള മാസ്റ്റർ സ്ലൈഡ്സ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ട് നമുക്ക് അതിന് ചൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ ഇത് മാസ്റ്റർ സ്ലൈഡ്സ്. അടുത്തത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്റ്റൈൽസ് ആണ്. സ്റ്റൈൽസ് നമുക്ക് പലതരത്തിലുള്ള സ്റ്റൈൽസ് ഇവിടെ ഇത് യൂസ് ചെയ്തുകൊണ്ട് സ്റ്റൈൽസ് അങ്ങനെ വരും. ഇവിടെ എങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, ബാക്ക്ഗ്രൗണ്ടിൻ്റെ സ്റ്റൈല് മൊത്തത്തിൽ ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് സ്ലൈഡിലാണ് ക്ലിക്ക് ചെയ്തത്, അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ സ്റ്റൈൽസും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരിക. ഇവിടെ ഗാലറി, നമ്മൾ നേരത്തെ പറഞ്ഞു ഗാലറി, നമുക്ക് പലതരത്തിലുള്ള ഒബ്ജക്ട്സുകളും ആരോസും ബുള്ളറ്റ്സും ഇമേജുകളും ഒക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് ഈ ഒരു ഗാലറി എന്ന് പറയുന്ന ഓപ്ഷൻസിലൂടെയാണ്. അതേപോലെ താഴെ ഉണ്ട് എന്ത്, നാവിഗേറ്റർ നമുക്ക് എന്ത് ചെയ്യുന്നു, സ്ലൈഡ്സിലോട്ട് നാവിഗേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് സ്ലൈഡ് 1-ലാണുള്ളത്. സ്ലൈഡ് 2-ലോട്ടാണെങ്കിൽ സ്ലൈഡ് 2 ക്ലിക്ക് ചെയ്താൽ സ്ലൈഡ് 2-ലോട്ട്, സ്ലൈഡ് 3-ലോട്ട്, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ മൂവ് ചെയ്യാനും നാവിഗേറ്റർ ഉപയോഗിച്ചിട്ട് പറ്റും. ഇങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ പറഞ്ഞു 2 ഇതാണ് ടൂൾ ബാർസ് ഇവിടെ ഉണ്ട്. ഒരു എന്തിൻ്റെ മെയിൻ ബാർ ഇവിടെ ഉണ്ട്, ടൈറ്റിൽ ബാർ ഉണ്ട്, അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്തു. സോ ഇത്രയും ഇതൊക്കെയാണ് എങ്ങനെയാണ് ഒരു പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറിൻ്റെ ക്രിയേഷൻ എന്ന് പറയുന്നത്, അഥവാ എങ്ങനെയാണത് നമ്മൾ എന്ത് ചെയ്യുന്നു, എങ്ങനെ ഒരു ലിബ്രെ ഓഫീസ് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ലിബ്രെ ഓഫീസിൽ ഇംപ്രസ് എങ്ങനെ, ഇംപ്രസ്സിൽ എന്തൊക്കെയാണ് മെയിനായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഈ ഒരു ലിബ്രെ ഓഫീസ് ഇംപ്രസ് അല്ലെങ്കിൽ ഈ ഒരു പ്രസൻറ്റേഷനെ കുറിച്ചിട്ട്, പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ആ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.